ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 എക്കണോമിക്സിലെ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ നിന്നുള്ള 4-ാമത്തെ 5-ാമത്തെയും ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്, കണക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ ആ ഒരു രണ്ടും മൂന്നും ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് നമുക്ക് 4ഉം 5ഉം നോക്കാം. 4-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കേണ്ടത് TR, AR, MR കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. അതായത് ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് മൂന്നിനും പ്രോപ്പറായിട്ട് ഇക്വേഷൻ ഉണ്ട്. TR കണ്ടുപിടിക്കാൻ, ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാൻ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താൽ മതി. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, P ഇൻറ്റു Q. ഇനി ആവറേജ് റവന്യൂ കണ്ടുപിടിക്കാൻ TR ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്താൽ മതി. MRS ഈക്വൽ ടു TRX മൈനസ് TRX മൈനസ് 1. ഈ ഒരു രീതിക്കാണ് നമുക്ക് മൂന്നിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. ചെയ്യുന്നത് ഈ ഒരു ടേബിൾ ഫോർമാറ്റിലാണ്. ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ഈ ഒരു പ്രൈസും ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഈ TRഉം ARഉം MRഉം നമ്മളെടുത്ത് കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒരു 4-5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആ ഒരു മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പ്രൈസും ക്വാണ്ടിറ്റിയും ക്വസ്റ്റ്യനിൽ തരും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. പ്രൈസും ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് കേട്ടോ. TR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് P ഇൻറ്റു Q ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഡയറക്റ്റ് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. 10 ഇൻറ്റു 0 0, 10 ഇൻറ്റു 1 10, 10 ഇൻറ്റു 2 20, 10 ഇൻറ്റു 3 30 ആണ് വരുന്നത്. ഡയറക്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. AR കണ്ടുപിടിക്കാൻ TR ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. TR ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി, മനസ്സിലായി? അപ്പോൾ TRനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. 0/0 0, 10/1 10, 20/2 10, 30/3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10. കണ്ടോ, ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അതുപോലെ ആൻസേഴ്സ് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി MR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MR കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു TRനകത്ത് നിന്നാണ് നമ്മൾ MRലോട്ട് പോവേണ്ടത്. MR ആദ്യം നമ്മൾ ഈ ഒരു 0 അതുപോലെ 0 ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 10 - 0, താഴത്തെ വാല്യൂ എന്താണ്, മുകളിലത്തെ വാല്യൂ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. 10 - 0 10, 20 - 10 10, 30 - 20 എന്താണ്, 10 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ MR മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. TRമായിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ വാല്യൂ അതുപോലെ കൊടുത്തിട്ട് എന്നിട്ട് എന്താ നമ്മൾ ഈ ഒരു താഴത്തെ വാല്യൂസ് നിന്ന് സബ്ട്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റി തരും, ബാക്കി TR, AR, MR നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇക്വേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ഒരു 4-ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. അടുത്ത ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സപ്ലൈ കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി പഠിച്ചിട്ടില്ലേ, അതേ മോഡൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇക്വേഷനും സെയിം ആണ്. നമുക്ക് നോക്കി നോക്കാം. ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഇൻക്രീസ്ഡ് ഫ്രം ₹2 to 5 ആൻഡ് ഇറ്റ് സപ്ലൈ ഇൻക്രീസസ് ഫ്രം 10 kg to 15 kg. ഫൈൻഡ് ദി ഇലാസ്റ്റിസിറ്റി ആൻഡ് കമൻറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സാധനത്തിൻ്റെ വില എന്ത് ചെയ്തു, 2 രൂപയിൽ നിന്ന് 5 രൂപയായിട്ട് കൂടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സപ്ലൈ എന്താക്കിയിട്ടുണ്ട്, 10 കിലോഗ്രാമിൽ നിന്ന് 15 kg ആയിട്ട് കൂടുകയും ചെയ്തു. നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്, ΔQ ബൈ ΔP ഇൻറ്റു P/Q എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഈ ΔQ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ΔQ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്ലൈയിലുള്ള മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെൽറ്റ എന്ന് വെച്ചാൽ ചേഞ്ച് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈ എന്താണ്, 10 kgയിൽ നിന്ന് 15 kg ആയിട്ട് കൂടി. അപ്പോൾ 15 - 10 ആണ് ΔQ എന്ന് പറയുന്നത്. 5 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ΔP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസിലുണ്ടായ മാറ്റമാണ്. ഓക്കെ, 2-ൽ നിന്നാണ് 5 രൂപയായിട്ട് കൂടിയത് അല്ലേ. അപ്പോൾ 5 - 2 3 ആണ് അവിടെ ΔP ആയിട്ട് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി Q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്ലൈ ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 10 kgയിൽ നിന്ന് 15 kg ആയിട്ട് കൂടി അല്ലേ. അപ്പോൾ ഒറിജിനൽ ആദ്യം എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, 10 അല്ലേ. ആ ഒരു ആദ്യത്തെ വാല്യൂ ആണ് നമ്മൾ Q ആയിട്ട് എഴുതേണ്ടത്. പ്രൈസ് 2 ആണ് വരുന്നത്. എങ്ങനെയാണ്, 2-ൽ നിന്നാണ് 5 ആയിട്ട് മാറിയത്. ഒറിജിനലായിട്ട് ബേസ് ആയിട്ട് ഉണ്ടായിരുന്നത് 2 രൂപയായിരുന്നു. ആ 2 ആണ് പ്രൈസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഈ 4 വാല്യൂസ് ഇതുപോലെ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്കുണ്ട് ΔQ ബൈ ΔP ഇൻറ്റു P/Q. ഇതിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, ആൻസറിലോട്ട് എത്തുക, അത്രയേ ഉള്ളൂ കേട്ടോ. അത് ΔQ നമ്മൾ കണ്ടുപിടിച്ചു, 5 ആണ്. ΔP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ആണ്, 5/3 ഇൻറ്റു P എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആണ്. ആൻഡ് Q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 10 ആണ്. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ 0.33 നമുക്ക് കിട്ടും. ഇനി എവിടെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കറിയാം സപ്ലൈ കർവിനും 5 ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കമൻറ്റ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെന്നുള്ളത് കൂടി നമുക്ക് എഴുതേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ 0.33 ആണ്, അതായത് 1-നേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയും ഇതൊരു ലെസ് ഇലാസ്റ്റിസിറ്റി ആണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് പറയാം. ഇനി
ഒന്നാണ് നമുക്ക് കിട്ടിയത്, ഞാൻ ഒന്നുകൂടി അത് പറഞ്ഞുതരാം. ഒന്നാണ് നമുക്ക് ആൻസർ വരുന്നതെന്നുണ്ടെങ്കിൽ അത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഒന്നിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിലോ അത് ഹൈ ഇലാസ്റ്റിക് ആയിട്ട് മാറും. ഒന്നിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ലെസ് ഇലാസ്റ്റിസിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒന്നിനേക്കാളും ചെറിയൊരു വാല്യൂ ഇവിടെ കിട്ടിയത് കൊണ്ട് ലെസ് ഇലാസ്റ്റിസിറ്റിയാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഈ ഒരു ചാപ്റ്ററിലേക്ക് ഇതിട്ട് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് 2-3 മാർക്കിനൊക്കെ ചോദിക്കാറുമുണ്ട്. നോക്കുക ഇവിടെ നോക്കൂ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇഫ് ക്യു ഡി ഈക്വൽ ടു 200 മൈനസ് പി, ക്യു എസ് ഈക്വൽ ടു 120 പ്ലസ് പി, ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അതായത് നമുക്ക് ക്യു ഡി തന്നിട്ടുണ്ട്, ക്യു എസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ക്യു ഡിയും ക്യു എസും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു 2 കാര്യങ്ങൾ വെച്ചിട്ട് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ആദ്യം സെപ്പറേറ്റ് ആയിട്ടൊന്ന് എഴുതാം. ക്യു ഡി 200 മൈനസ് പി, ക്യു എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120 പ്ലസ് പി നമ്മളൊന്ന് എഴുതി. നമുക്കറിയാം ഈ ഒരു ക്യു ഡിയും ക്യു എസും എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും എന്ന് പറയുന്നത് പരസ്പരം തുല്യമാണ് എന്നുള്ളൊരു റൂൾ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്യു ഡി ക്യു എസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു റൂള് വെച്ചിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്യു ഡി ഈക്വൽ ടു ക്യു എസ് എന്നുള്ള റൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ക്യു ഡി എന്ന് പറയുമ്പോൾ 200 മൈനസ് പി എഴുതി, ഈക്വൽ ടു ക്യു എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120 പ്ലസ് പി, അതുപോലെ നമ്മൾ എഴുതി. രണ്ടും ഈക്വൽ ആണല്ലോ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കണം. നോക്കൂ, ഇവിടെ നമ്മൾ മൈനസ് പി മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു 200 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ പ്ലസ് ആയിട്ടുള്ള 200 ഈ ഒരു ഈക്വൽ ടുവിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? -200 ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെ എഴുതാം? മൈനസ് പി ഈക്വൽ ടു 120 എവിടെ ഉണ്ട്, പിന്നെ ഈ 200 ഇപ്പുറത്ത് പോകുമ്പോൾ -200 ആയി പ്ലസ് പി അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലസ് പിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ പ്ലസ് പി ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് പി ആവും അല്ലേ. അപ്പോൾ മൈനസ് പി എന്ന് പറയുന്നത് മൈനസ് പി, ഈ ഒരു പ്ലസ് പി ഇപ്പുറത്തോട്ട് വന്നപ്പോൾ മൈനസ് പി ആയിട്ട് മാറി. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് പി കിടപ്പുണ്ട്, ആ ഒരു മൈനസ് പി ആണ് ഇതെന്ന് പറയുന്നത്. ഈക്വൽ ടു 120 മൈനസ് 200 അതുപോലെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ എവിടെ നോക്ക് എത്ര മൈനസ് പി ഉണ്ട്? 2 മൈനസ് പി ആണുള്ളത് അല്ലേ. അപ്പോൾ -2p എന്ന് നമുക്ക് എഴുതാം. ഈക്വൽ ടു എവിടെ നോക്കൂ, ഇത് സോൾവ് ചെയ്യുമ്പോൾ -80 നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ 2 സൈഡും എന്താണ് മൈനസ് വന്നുകൊണ്ട് ഇത് 2 നമുക്ക് അവിടെ ക്യാൻസൽ ആയിട്ട് പോകും. ഇത് 2 നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്ത് കളയാം. ഓക്കെ, ഇത് 2 നമുക്ക് ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ ബാക്കി 2p ഈക്വൽ ടു 80 നമുക്കുള്ളത്. അപ്പോൾ p ഈക്വൽ ടു 80, ഈ 2 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പം 80 ഭാഗം 2 40 ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യാം. കാരണം നമുക്ക് ചിലപ്പോൾ തെറ്റുകൾ വരാൻ സ്വാഭാവികമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ സോൾവ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താനും പറ്റും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലസ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ കണ്ടോ, ക്യു ഡിയും ക്യു എസും തന്നിട്ടുണ്ട്. 200 മൈനസ് പിയും 120 പ്ലസ് പി എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്ലസ് വന്നിട്ടുള്ള വാല്യൂ ഇപ്പോൾ ഇവിടെ 120 പ്ലസ് പി ആണ് പ്ലസ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ആദ്യം എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, 120 പ്ലസ് പി ഈക്വൽ ടു 200 മൈനസ് പി എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, നമ്മൾ എവിടെ നേരെ തല തിരിച്ചാണ് എഴുതുന്നത്, 200 മൈനസ് പി ഈക്വൽ ടു 120 പ്ലസ് പി എന്നുള്ളത്. അവിടെ ഇപ്പം നമ്മൾ എഴുതുമ്പോൾ 120 പ്ലസ് പി ഈക്വൽ ടു 200 മൈനസ് പി എന്ന് എഴുതാം. പ്ലസ് വരുന്നത് ആദ്യം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സോൾവ് ചെയ്യാൻ ഈസിയാണ്. ഈ പി എവിടെ ഉണ്ട്, ഈ മൈനസ് പീനെ നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് പി ആയിട്ട് മാറും. സോ പി പ്ലസ് പി എന്നുള്ള രീതിയിലാവും. ഈ 120 അപ്പുറത്തോട്ട് പോകുമ്പോൾ -120 ആയിട്ട് മാറും. അപ്പോൾ 200 മൈനസ് 120 ആയി. ക്ലിയർ ആണല്ലോ. ഇവിടെ എത്ര പി ഉണ്ട്? 2p അല്ലേ, 2p ഉണ്ട്. 2p ഈക്വൽ ടു ഇത് നമുക്ക് എത്രയാണ് കിട്ടുക? 80 ആൻസർ കിട്ടുക. 200 നിന്ന് 120 കുറയ്ക്കുമ്പോൾ 80 കിട്ടുന്നു. ഇനി p ഈക്വൽ ടു 80 ഭാഗം 2 40. ഓക്കെ, ഇതല്ലേ കുറച്ചുകൂടി ഈസി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിനെക്കാളും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം, നമുക്ക് ക്യു ഡിയും ക്യു എസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റൂൾ അനുസരിച്ച് നമുക്കറിയാം ക്യു ഡിയും ക്യു എസും തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ക്യു ഡിയും ക്യു എസും തുല്യമായിട്ട് ഈ തന്നിട്ടുള്ള വാല്യൂസും തുല്യമായിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം പ്ലസ് വരുന്നത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എങ്കിലേ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ മൈനസ് വന്നു പോകും. ഓക്കെ, അപ്പോൾ 120 പ്ലസ് പി ഈക്വൽ ടു 200 മൈനസ് പി എന്നിട്ടു. പിന്നെ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തത്? ഈ മൈനസ് പീനെ ആദ്യം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ പ്ലസ് പി ആയിട്ട് മാറി. 120 അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ -120 ആയിട്ട് മാറി അല്ലേ. ഇവിടെ എത്ര പി ഉണ്ട്? 2p. 2p ഈക്വൽ ടു ഇത് 200 നിന്ന് 120 കുറയ്ക്കുമ്പോൾ 80 കിട്ടുക. പിന്നെ p ഈക്വൽ ടു 80 ഭാഗം 2 40 ആൻസർ കിട്ടിയത്. ക്ലിയർ ആണോ? ഇത് ഇത്രയും എഴുതിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പോകരുത്. അങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടത്തില്ല. ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. നമുക്ക് ഓൾറെഡി ക്യു ഡിയും ക്യു എസും തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ, 200 മൈനസ് പി 120 പ്ലസ് പി എന്നുള്ളത്.
നമ്മളിപ്പോൾ ആക്ച്വലി കണ്ടുപിടിച്ചത് എന്താണ് കണ്ടുപിടിച്ചത്? പ്രൈസാണ്. അതാ കണ്ടോ, P = 40 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കൂടി വെക്കണം. അതായത് QD = 200 - P ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ 200 - P എവിടെ P എന്ന് പറയുന്നത് ഇവിടെ 40 കിട്ടി അല്ലേ. അപ്പോൾ 200 - 40 ചെയ്യുമ്പോൾ 160 കിട്ടുന്നുണ്ട്. QS 120 + P എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 120 + P 40 48 160. ക്ലിയർ ആണോ? ഇത്രയും കൂടി നമ്മൾ എഴുതി വെച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. ഓക്കെ, കാരണം നമ്മൾ കണ്ടുപിടിച്ച P ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കതൊരു പ്രൂവ് ചെയ്ത് വെച്ചതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് ഇവിടെ ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, QDയും QSും 160 വെച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. അതായത് QDയും QSും എന്ന് പറയുന്നത് പരസ്പരം തുല്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിത് രണ്ടും ഇങ്ങനെ ചെയ്ത് വെക്കണമെന്ന് കൂടി പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ 4ഉം 5ഉം ചാപ്റ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതുകൂടി ആയപ്പോൾ മൈക്രോയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനത് മൊത്തത്തിലൊരു പ്ലേലിസ്റ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇടാൻ കേട്ടോ, നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിടാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് കിട്ടുമല്ലോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. താങ്ക് യു.